കേരള PSC 29/11/2023 നടത്തിയ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ ജൂനിയർ ഗ്രേഡ് 2, ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 237/2023. ചോദ്യം 1. 1987 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? ചോദ്യം 1. ഉത്തരം സി ആണ്, മീററ്റ്. ചോദ്യം 2. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബി ആണ്, രാജാറാം മോഹൻ റോയ്. ചോദ്യം 3. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഉത്തരം ദാദാഭായി നവറോയ്. ചോദ്യം 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്, ചമ്പാരൻ സമരം. ചോദ്യം 5. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ബി ആണ്, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ചോദ്യം 6. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്, പഞ്ചാബ്. ചോദ്യം 7. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം എ ആണ്, ഫസൽ അലി. ചോദ്യം 8. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ബി ആണ്, പൊട്ടി ശ്രീരാമലു. ചോദ്യം 9. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഉത്തരം ഡി ആണ്, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ചോദ്യം 10. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏത്? ഉത്തരം എ ആണ്, മംഗൾയാൻ. ചോദ്യം 11. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശ ഏത്? ഉത്തരം സി ആണ്, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ചോദ്യം 12. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചോദ്യം 13. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഉത്തരം ഡി ആണ്, ഭാഗം 4A. ചോദ്യം 14. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ബി ആണ്, 6. ചോദ്യം 15. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്, യൂണിഫോം സിവിൽ കോഡ്. ചോദ്യം 16. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏത്? ഉത്തരം ബി ആണ്, ശ്രീലങ്ക, മാലിദ്വീപ്. ചോദ്യം 17. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ഉത്തരം എ ആണ്, കാറാക്കോറം. ചോദ്യം 18. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി ആണ്, താർ മരുഭൂമി. ചോദ്യം 19. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം എ ആണ്, ഉത്തര മഹാസമതലം. ചോദ്യം 20. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഉത്തരം സി ആണ്, ഇന്ദിരാ പോയിൻ്റ്. ചോദ്യം 21. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബി ആണ്, ജലവൈദ്യുത നിലയം, താപവൈദ്യുത നിലയം. ഉത്തരം 3 മാത്രമാണ് ശരി, ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 22. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം സി ആണ്, 3 മാത്രം.
ചോദ്യം 23. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? ഉത്തരം ചോദ്യം 23. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഡി ആണ് അതിൻ്റെ ഉത്തരം. കണ്ണൂർ കോട്ട, ബേക്കൽ കോട്ട മാത്രം, ബേക്കൽ കോട്ട. ചോദ്യം 24. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരം എ ആണ്, 4 മാത്രം. ചോദ്യം 25. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഉത്തരം ബി ആണ്, 1 മാത്രം, ഇടുക്കി. ചോദ്യം 26. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ചോദ്യം 26. ഉത്തരം എ ആണ്, 4 മാത്രം. ചോദ്യം 27. കേരളത്തിൽ 16ാമത് വന്യമൃഗ സങ്കേതം ഏത്? കേരളത്തിലെ 16ാമത്തെ വന്യമൃഗ കേന്ദ്രം ഏത്? സി ആണ് അതിൻ്റെ ഉത്തരം, 4 മാത്രം. ചോദ്യം 28. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഉത്തരം സി ആണ്, 3 മാത്രം. ചോദ്യം 29. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഉത്തരം സി ആണ്, 2 മാത്രം. ചോദ്യം 30. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ചോദ്യം 30. എ ആണ് അതിൻ്റെ ഉത്തരം, 2 മാത്രം. ചോദ്യം 31. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ബി ആണ്, 2ഉം 3ഉം പ്രസ്താവനകൾ. ചോദ്യം 32. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം സി ആണ്, 3 മാത്രം. ചോദ്യം 33. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഉത്തരം എ ആണ്, ചാന്നാർ ലഹള. ചോദ്യം 34. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഉത്തരം സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം 35. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം സി ആണ്, 3 മാത്രം. ചോദ്യം 36. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏത്? താഴെ തന്നവയിൽ നിന്നും കണ്ടെത്തുക. അതിൻ്റെ ഉത്തരം ബി ആണ്, ജപ്പാൻ. ചോദ്യം 37. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏത്? ചോദ്യം 37. ഉത്തരം എ ആണ്, 1 മാത്രം. ചോദ്യം 38. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആര്? 2023 ഉത്തരം ഡി ആണ്, ശ്രീകുമാരൻ തമ്പി. ചോദ്യം 39. 2023 നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കണ്ടെത്തുക. 2023 നവംബർ മാസം ഉത്തരം സി ആണ്, തെലുങ്കാന. ചോദ്യം 40. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം എ ആണ്, 1 മാത്രം. ചോദ്യം 41. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഉത്തരം ബി ആണ്, പ്രോട്ടീൻ. ചോദ്യം 42. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ചോദ്യം 42. ഉത്തരം സി ആണ്, വിറ്റാമിൻ കെ. ചോദ്യം 43. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റലസ് ഫ്രൂട്ട് എന്ന രോഗം ഉണ്ടാകുന്നത്? അത്ലറ്റിസ് ഫ്രൂട്ട്സ് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ചോദ്യം 43. ഉത്തരം ബി ആണ്, ഫംഗസ്. ചോദ്യം 44. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏത്? ചോദ്യം 44. ഉത്തരം ബി ആണ്, നീലവൃത്തം. ചോദ്യം 45. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കോഗോൺ, മറ്റൊന്ന് ഏത്? ഉത്തരം എ ആണ്, ഇൻസുലിൻ. ചോദ്യം 46.
ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം. ഉത്തരം സി ആണ് എംഫീസിമ. ചോദ്യം 47. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ചോദ്യം 47. ഉത്തരം ഡി ആണ് മൂത്രത്തിലൂടെ അധികം ജലനഷ്ടം. ചോദ്യം 48. ലെപ്റ്റോസ്പിറേ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്? ചോദ്യം 48. ഉത്തരം എ ആണ് എലിപ്പനി. ചോദ്യം 49. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ചോദ്യം 49. ഡി ആണ് അതിൻ്റെ ഉത്തരം ക്ഷയം. ചോദ്യം 50. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ഉത്തരം എ ആണ് സ്നേഹസാന്ത്വനം. ചോദ്യം 51. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഏത്? ഉത്തരം സി ആണ് 20 വയസ്സ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി സി ആണ് അതിൻ്റെ ഉത്തരം 20 വയസ്സ്. ചോദ്യം 52. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എൻജിൻ ഏത്? സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എൻജിൻ. ഉത്തരം എ ആണ് ഡീസൽ എൻജിൻ. ചോദ്യം 53. പവർ സ്റ്റിയറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ഏത്? പവർ സ്റ്റിയറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്. ഉത്തരം എ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്. ചോദ്യം 54. BS6 എൻജിൻ ഫിറ്റ് ചെയ്ത പുതിയ വാഹനങ്ങൾക്ക് പുകപരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടോ? ചോദ്യം 54. ഉത്തരം ബി ആണ് 1 വർഷത്തിന് ശേഷം ആവശ്യമാണ്. ചോദ്യം 55. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും? ഉത്തരം സി ആണ് 2 ബാറ്ററി. ചോദ്യം 56. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതിനെ സൂചിപ്പിച്ചിരിക്കുന്നു? താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം ഏതിനെ സൂചിപ്പിച്ചിരിക്കുന്നു? ഉത്തരം ഭാരപരിധി. എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 57. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഇടത് കൈ കൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ ഏത്? ചോദ്യം 57. ഉത്തരം ഡി ആണ്. അങ്ങനെയുള്ള സിഗ്നൽ ഇല്ല. ചോദ്യം 58. മോട്ടോർ വാഹന നിയമം സെഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏത്? ഉത്തരം സി ആണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. ചോദ്യം 59. സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത എത്ര? സ്കൂൾ ബസ്സുകൾക്ക്. ഉത്തരം സി ആണ് 50 km/h. ചോദ്യം 60. ഒരു വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ പുറകിൽ ഓടിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട അകലം മുൻപിലെ വാഹനത്തിൽ നിന്നും ഡാഷ്. ഉത്തരം ഡി ആണ് സുരക്ഷിതമായ അകലം. ചോദ്യം 61. കേരളത്തിൽ ഒരു വാഹനം കെട്ടി വലിക്കുമ്പോൾ പരമാവധി അനുവദനീയമായ വേഗത. ഉത്തരം സി ആണ് 24 km/h വരെ. ചോദ്യം 62. CRDIയുടെ പൂർണ്ണ രൂപം ഏത്? ഉത്തരം സി ആണ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ചോദ്യം 63. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്കെടുക്കുന്ന സ്ട്രോക്ക്. ചോദ്യം 63. ഉത്തരം എ ആണ് സഷൻ. ചോദ്യം 64. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ നിന്നും ഏത് വാൽവിനാണ് കൂടുതൽ വലിപ്പം? ഉത്തരം എ ആണ് ഇൻലെറ്റ് വാൽവ്. ചോദ്യം 65. മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്? ഉത്തരം ഡി ആണ് 3000 km താഴെ GVW ഉള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും. ചോദ്യം 66. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? ഉത്തരം സി ആണ് എഞ്ചിൻ്റെ താപനില ഇൻഡിക്കേറ്റർ. ചോദ്യം 67. ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ എന്താണ്? ഉത്തരം സി ആണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സംഭവിക്കുന്ന തകരാർ. ചോദ്യം 68. ഇൻ്റർകൂളർ എന്തിൻ്റെ ഭാഗമാണ്? ഇൻ്റർകൂളർ എന്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഡി ആണ് എൻജിൻ എയർ ഇൻടേക്ക് സിസ്റ്റം. ചോദ്യം 69. എൻജിൻ ഓയിൽ അളവ് നോക്കുന്ന ഉപകരണം ഏത്? എൻജിൻ ഓയിൽ അളവ് നോക്കുന്ന ഉപകരണം സി ആണ് ടിപ്പ് സ്റ്റിക്ക്.
ചോദ്യം 70. ഹെവി വാഹനം എന്നാൽ എന്താണ്? ഹെവി വാഹനം എന്നാൽ എന്താണ്? ഉത്തരം ഡി ആണ്. GVW 12,000 kgക്ക് മുകളിൽ ഉള്ള വാഹനങ്ങൾ. ചോദ്യം 71. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ബി ആണ്. എയർ ബാഗ് വാണിംഗ്. ചോദ്യം 72. 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോൾ? 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോൾ? സി ആണ്. അപകട സൂചന നൽകുന്നതിന്. ചോദ്യം 73. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ബാഡ്ജിൻ്റെ കാലാവധി എത്ര? ഉത്തരം ഡി ആണ്. 5 വർഷം. ചോദ്യം 74. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാൽ എന്താണ്? ഉത്തരം ബി ആണ്. 7,500 കിലോഗ്രാമിന് താഴെ GVW ഉള്ള വാഹനങ്ങൾ. ചോദ്യം 75. 50 cc താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായപരിധി എത്ര? ഉത്തരം ബി ആണ്. 16 വയസ്സ്. ചോദ്യം 76. ആഡ് ബ്ലൂ ഉപയോഗിക്കുന്നത് ഏത് തരം എഞ്ചിനുകളിലാണ്? ഉത്തരം സി ആണ്. ഡീസൽ. ചോദ്യം 77. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് ഏത് ആവശ്യത്തിനാണ്? ഉത്തരം സി ആണ്. ശബ്ദം കുറയ്ക്കുന്നത്, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്. സി ആണ് അതിൻ്റെ ഉത്തരം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്. ചോദ്യം 78. മോട്ടോർ വാഹന നിയമം 112-ാം വകുപ്പ് അനുശാസിക്കുന്നത് വാഹനങ്ങളുടെ ഡാഷാണ്. ഉത്തരം ഡി ആണ്. വേഗത പരിധി. ചോദ്യം 79. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കണമെന്ന് ഡാഷ് വകുപ്പ് പ്രകാരം മോട്ടോർ വാഹന നിയമത്തിൽ അനുശാസിക്കുന്നു. ഉത്തരം സി ആണ്. 128-ാം വകുപ്പ്. ചോദ്യം 80. റിട്ടാർഡർ എന്താവശ്യത്തിനാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്? ചോദ്യം 80. ഉത്തരം ബി ആണ്. വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതിന്. ചോദ്യം 81. വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം ഏത്? വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ചോദ്യം 82. തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഡ്രൈവർ വാഹനത്തിൻ്റെ ഡാഷ്. 82. ഉത്തരം സി ആണ്. ഹെഡ്ലൈറ്റ് ഡിപ്പ് ബീം ഓൺ ചെയ്ത് കടന്നു പോകണം. ചോദ്യം 83. കെട്ടിവലിക്കുവാൻ അനുവാദമില്ലാത്ത വാഹനം ഏത്? കെട്ടിവലിക്കുവാൻ അനുവാദമില്ലാത്ത വാഹനമാണ് ഇരുചക്ര വാഹനം. ചോദ്യം 84. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദമുണ്ട്? ഒരു ട്രാക്ടറിൽ. ഉത്തരം ഡി ആണ്. അനുവാദം ഇല്ല. ചോദ്യം 85. ABS വാണിംഗ് ലാമ്പ് വാഹനം ഓടിക്കൊണ്ടിരിക്കെ തെളിഞ്ഞു നിന്നാൽ എന്ത് ചെയ്യണം? ചോദ്യം 85. ഉത്തരം ബി ആണ്. വാഹനം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ചോദ്യം 86. ടർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടർബോ ചാർജർ. ഉത്തരം എ ആണ്. എഞ്ചിൻ്റെ അകത്തേക്ക് വായു പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന്. ചോദ്യം 87. ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഹീറ്റർ പ്ലഗ്. ഉത്തരം സി ആണ്. ഹീറ്റർ പ്ലഗ് ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിലാണ്. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 88. ECU എന്നാൽ എന്താണ്? ECU എന്നാൽ എന്താണ്? ചോദ്യം 88. ഉത്തരം സി ആണ്. ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. ചോദ്യം 89. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു കാറിൻ്റെ ഹെഡ് ലൈറ്റിൽ ഉപയോഗിക്കാവുന്ന ബൾബിൻ്റെ പരിധി വോൾട്ടേജ് എത്ര? ഉത്തരം സി ആണ്. 75 വോൾട്ട്. ചോദ്യം 90. കാറുകളിൽ AC കണ്ടൻസറിൻ്റെ സ്ഥാനം എവിടെ? ചോദ്യം 90. കാറുകളിൽ AC കണ്ടൻസറിൻ്റെ സ്ഥാനം. ഉത്തരം എ ആണ്. റേഡിയേറ്ററിന് മുൻപിൽ. ചോദ്യം 91. ഒരു ടയറിൽ 185/65 R14 എന്ന് കാണുന്നു. ഇതിൽ 14 സൂചിപ്പിക്കുന്നത് എന്താണ്? 14 സൂചിപ്പിക്കുന്നത് ഡി ആണ് അതിൻ്റെ ഉത്തരം. റിമ്മിൻ്റെ വ്യാസമാണ്. ചോദ്യം 92. ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ PSI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം എ ആണ്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. ചോദ്യം 93. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം എ ആണ്. നിർത്തരുത് എന്നതാണ്. ചോദ്യം 94. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ പെർമിറ്റിൻ്റെ കാലാവധി എത്ര? ഒരു ട്രാൻസ്പോർട്ട് വാഹനം. ഉത്തരം സി ആണ്. 5 വർഷം. ചോദ്യം 95. ഒരു എഞ്ചിനിൽ
എക്സ്ഹോസ്റ്റ് ഗ്യാസ് റിസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിന്? ചോദ്യം 95. ഉത്തരം എ ആണ്, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാൻ. ചോദ്യം 96. എയർ ബാഗിൽ കാണുന്ന SRS എന്നാൽ എന്താണ്? ഉത്തരം എ ആണ്, സപ്ലിമെൻ്ററി റെസ്റ്ററൻറ്റ് സിസ്റ്റം. ചോദ്യം 97. ബൈറ്റിംഗ് പോയിൻ്റ് എന്തിനെ സംബന്ധിച്ച വാക്കാണ്? ബൈറ്റിംഗ് പോയിൻ്റ് എന്തിനെ സംബന്ധിച്ച വാക്കാണ്? ഉത്തരം ബി ആണ്, വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ചോദ്യം 98. BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം എ ആണ്, ഭാരത് സ്റ്റേജ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം 99. ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്താണ്? ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്താണ്? ഉത്തരം ബി ആണ്, മാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് എന്നാണ് MIL. ചോദ്യം 100. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്ര? ചോദ്യം 100. ഉത്തരം സി ആണ്, 3 വർഷം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.